ഷാർജയിൽ മരിച്ച കൊല്ലം കേരളപുരം സ്വദേശി വിപഞ്ചികയുടെ കുഞ്ഞിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിൽ ഭർത്താവിന്റെ നിലപാട് അറിയണമെന്ന് ഹൈക്കോടതി. വിപഞ്ചികയുടെ കുടുംബം നൽകിയ ഹർജിയിൽ വിപഞ്ചികയുടെ ഭർത്താവ് നിതീഷിനെ കക്ഷി ചേർക്കും. മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാൻ ഇടപെടൽ ആവശ്യപ്പെട്ട് വിപഞ്ചികയുടെ കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. അതേസമയം കുടുംബത്തിന്റെ ആവശ്യങ്ങളിൽ നടപടി സ്വീകരിക്കുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി 24-ലൂടെ വിപഞ്ചികയുടെ മാതാവിന് ഉറപ്പ് നൽകി. അമ്മ തന്നെ പറയുന്നുണ്ട്, കേരളപുരത്തോ അല്ലെങ്കിൽ ഭർത്താവിന്റെ വീട്ടിൽ സംസ്കരിക്കണമെങ്കിൽ അവിടെ എങ്ങനെയായാലും ഞങ്ങൾക്കൊക്കെയാണ്. പക്ഷെ കേരള മണ്ണിൽ കൊണ്ടുവന്ന് എന്റെ കുഞ്ഞുങ്ങളെ മണ്ണിലേക്ക് അലിയിച്ച് ചേർക്കണമെന്ന് പറയുന്ന അമ്മയുടെ വികാരം. പക്ഷെ നമുക്ക് അവിടുത്തെ നിയമം പറയുന്നത്, അനുശാസിക്കുന്നത് ലീഗലി സെപ്പറേറ്റഡ് അല്ലാത്ത ഘട്ടത്തിൽ പ്രയോറിറ്റി ഫോർ ദി ഹസ്ബൻഡ്. അപ്പൊ അതെങ്ങനെ ട്രാക്ക് ഡൗൺ ചെയ്യണമെന്നുള്ളത് നമുക്ക് സമവായത്തിലൂടെയോ ഹസ്ബൻഡിനും കൂടി കേരളത്തിലേക്ക് വരാനുള്ള സൗകര്യം നിയമപരമായി അവിടുത്തെ നിയമത്തിന്റെ സഹായത്തോടെ ഇവിടുത്തെ പോലീസിന്റെ ഒരു തിരിച്ചയാളെ അവിടെ എത്തിക്കാമെന്ന് പറയുന്ന ഒരു അണ്ടർടേക്കിംഗ് ഇവിടുത്തെ കേരള ഗവൺമെന്റിന്റെ ഒരു അണ്ടർടേക്കിങ്ങിലൂടെയൊക്കെ സാധ്യമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനൊക്കെ നമുക്ക് ശ്രമിക്കാവുന്നതാണ്. ഈ വാർത്തയുടെ വിവിധ വശങ്ങൾ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളുമായി ഞങ്ങളുടെ 3 പ്രതിനിധികളാണ് ചേരുന്നത്. ഷാർജയിൽ നിന്ന് അരുൺ പാറാട്ട് ചേരും അവിടുത്തെ വിവരങ്ങളുമായി. അതോടൊപ്പം തന്നെ ഹൈക്കോടതിയെ കുടുംബം സമീപിച്ചിരിക്കുന്നു. ഹൈക്കോടതിയുടെ തീരുമാനങ്ങൾ എന്താണ് എന്നതിന്റെ വിശദാംശങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കുക വിഷ്ണു സുരേഷ് ആയിരിക്കും. ക്രൈംബ്രാഞ്ച് ഈ കേസ് അന്വേഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ? അതിന്റെ വിവരങ്ങൾ നൽകാൻ അരുൺ രാജും നമ്മളോടൊപ്പമുണ്ട്. വിഷ്ണു, ഹൈക്കോടതിയിൽ കുടുംബം ആവശ്യപ്പെട്ടത് അതായത് വിപഞ്ചികയുടെ മാതാവ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് വിപഞ്ചികയുടെയും മകളുടെയും മൃതദേഹം നാട്ടിലെത്തിക്കണം എന്ന കാര്യമാണല്ലോ. അതിൽ ഹൈക്കോടതി എന്താണ് തീരുമാനമെടുത്തിരിക്കുന്നത്? ഏത് സാഹചര്യത്തിലാണ് ഈ കാര്യത്തിൽ ഭർത്താവ് നിതീഷിനെ കൂടി കക്ഷി ചേർക്കാൻ കോടതി തീരുമാനിച്ചിരിക്കുന്നത്? ഈ വിഷയത്തിൽ കോടതി ഇടപെടലിന്റെ മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? വിപഞ്ചികയുടെ അമ്മയല്ല, വിപഞ്ചികയുടെ അമ്മയുടെ സഹോദരിയാണ് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി വിദേശകാര്യ മന്ത്രാലയത്തോട് കോടതി നിർദ്ദേശിക്കണം എന്നുള്ളതാണ് ആവശ്യം. ഒപ്പം ഈ മരണവുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ അവർ ഉന്നയിക്കുന്നുണ്ട്. ഇത് കൊലപാതകമാണോ എന്നൊരു സംശയമുണ്ട്. അതുകൊണ്ട് അതിൽ വിശദമായ ഒരു അന്വേഷണത്തിന് കൂടി ഹൈക്കോടതി ഉത്തരവ് വേണമെന്നാണ് അവരുടെ ആവശ്യം. പക്ഷേ കോടതിയുടെ നിരീക്ഷണം മറ്റൊന്നാണ്. ഭർത്താവ് കുറ്റക്കാരനാണെന്ന് കരുതി മൃതദേഹങ്ങൾ മേൽ അവകാശമില്ല എന്ന് പറയാനാകില്ല. മതപരമായ ചടങ്ങ് നടത്തണം എന്നതിനപ്പുറത്ത് ഇതിൽ ചില നിയമപ്രശ്നങ്ങളുണ്ട്. ആ നിയമപ്രശ്നങ്ങൾ പരിഹരിക്കണം. ആ ഒരു പശ്ചാത്തലത്തിലാണ് നിതീഷിനെ കൂടി ഈ ഹർജിയുടെ ഭാഗമായി കക്ഷി ചേർക്കാൻ കോടതി ആവശ്യപ്പെട്ടത്. പ്രഥമമായി നിലവിൽ ഈ ബന്ധം വേർപെടാത്തൊരു പശ്ചാത്തലത്തിൽ മൃതദേഹത്തിന്റെ പൂർണ്ണ അവകാശം അത് ഭർത്താവിനുള്ളതാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. എന്നിരുന്നാൽ പോലും ഇങ്ങനൊരു ആവശ്യം വന്ന പശ്ചാത്തലത്തിൽ നിതീഷിനെ കൂടി കേട്ട ശേഷം തുടർ നടപടി സ്വീകരിക്കാമെന്നാണ് കോടതിയുടെ നിലപാട്. ഒപ്പം എംബസിയോടും നിലപാട് അറിയിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നാളെ രാവിലെയോടുകൂടി ജസ്റ്റിസ് എൻ നഗരേഷിന്റെ ബെഞ്ച് ഈ ഹർജി വീണ്ടും പരിഗണിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാകുന്നത്. നിലവിൽ അത്ര ശുഭകരമായ, അതായത് ബെഞ്ചികയുടെ കുടുംബത്തിന് ശുഭകരമായ ഒരു നിലപാടല്ല കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ഒരുപാട് ചോദ്യങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നിരുന്നു. പ്രത്യേകിച്ച് മതപരമായ ചടങ്ങുകൾ നടത്തണമെന്ന് കുടുംബം ഉന്നയിച്ചപ്പോൾ അതിനപ്പുറത്തേക്ക് ചില നിയമപ്രശ്നങ്ങൾ ഉണ്ട് എന്നാണ് കുടുംബം ചൂണ്ടിക്കാണിച്ചത്. ജി കെ